മതി കുക്കി മതി, നിർത്ത്. നീ എന്താ കുടിച്ച് ചാകാൻ പോകാണോ? അതോ പ്രേമനൈരാശ്യം മൊത്ത കാമുകിമാരെ പോലെ പാട്ടും പാടി ഇവിടെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കാനാണോ നിന്റെ ഉദ്ദേശം? അതിന് വേറെ ആളെ നോക്കണം. ഈ ജോൺ അബ്രഹാമിന് അതിന് കിട്ടില്ല. അതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല. പിന്നെ ഇതൊക്കെ എന്താ നീ കാണിക്കുന്നേ? ചുമ്മാ, അതൊക്കെ എൻ്റെ ഒരു തമാശയല്ലേ എൻ്റെ ഫിലി. പിന്നെ നീ എന്താ വിചാരിച്ചേ ഞാൻ അവന് വേണ്ടിയായി കുടിക്കുന്നേന്നോ? ഇത് അവന് വേണ്ടിയല്ല, അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ. അവൻ്റെ ഭാവി ഭാര്യയ്ക്ക്, അതായത് എൻ്റെ പുന്നാര പെങ്ങൾക്ക്, മിയ ജോൺ അബ്രഹാമിന്. എന്തേലും ആകട്ടെ, നീ എന്തായാലും ഇപ്പൊ താഴേക്ക് വാ. അവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ടാവും. മിക്കി, നീ കുക്കിയെ കണ്ടോ? അവൾ എവിടെ പോയി ഈ നേരത്ത്? ഇല്ല മമ്മി, ഞാൻ അവളെ കണ്ടില്ല. ഞാൻ ഒന്നവളെ പോയി നോക്കിയിട്ട് വരാം. നിനക്കറിയോ ഫിലി, ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിലാ. ഇനി അവർക്ക് തട്ടിയെടുക്കാനൊന്നുമില്ല. എല്ലാം തട്ടിയെടുത്തു. എൻ്റെ പപ്പ, മമ്മ, പിന്നെ അവൻ. എൻ്റേതെന്ന് ഞാൻ വിശ്വസിച്ച ജോയൽ. കുക്കി, എന്തൊക്കെയാ നീ പറയുന്നേ? കുടിച്ചിട്ട് നീ പിച്ചും പേയും പറയാൻ തുടങ്ങിയോ? നിനക്ക് ഞാനില്ലേടി? നോക്കൂ കുക്കി, നിന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാകും. പിന്നെന്താ കുക്കി? എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത നീ അവരും തമ്മിലുള്ള പ്രശ്നമാ. എന്താ സത്യത്തിൽ? എന്താ കാര്യം? പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നീ എന്തിനാ അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നേ? പ്രശ്നം അതെന്നാ രാത്രി തുടങ്ങിയതാ. മോളെ, കുക്കിമോളെ, മോൾക്കൊരു വലിയ സന്തോഷ വാർത്ത ഉണ്ട്. നാളെ മോളുടെ പപ്പയും മമ്മയും വരുന്നൂന്ന്. ശരിക്കാണോ മറിയാൻറ്റി? നാളെ ശരിക്കും പപ്പയും മമ്മയും വരുമോ? അതെ എൻ്റെ കുഞ്ഞിക്കുറുമ്പി, നാളെ ശരിക്കും പപ്പയും മമ്മയും വരും. ഇപ്പതേ പപ്പയാ എന്നെ വിളിച്ചേ വരുമെന്നും പറഞ്ഞ്. നാളെ മോളുടെ ബർത്ത്ഡേ അല്ലേ, അതാവും വരാന്ന് വെച്ചേ. ഹായ്, നാളെ ശരിക്കും പപ്പയും മമ്മയും വരുമോ? ഹായ്, പപ്പയും മമ്മയും വരുമല്ലോ, പപ്പയും മമ്മയും വരുമല്ലോ. അവളുടെ ഈ സന്തോഷത്തിന് വലിയ കാരണമുണ്ട്. കുറെ നാളുകളായുള്ള അവളുടെ കാത്തിരിപ്പാണ് നാളെ അന്ത്യമാക്കാൻ പോകുന്നത്. 4 വയസ്സുള്ളപ്പോൾ അവളെ മറിയുടെ കൈകളിൽ ഏൽപ്പിച്ചു പോയതാണ് അവളുടെ പപ്പയും അമ്മയും. വർഷത്തിലൊരിക്കൽ അവർ അവളെ കാണാൻ വരുമെങ്കിലും അവർ എന്നും അവളുടെ കൂടെ തന്നെ ഉണ്ടാകണമെന്നാണ് അവളുടെ ആഗ്രഹം. ഇന്നവൾ പതിവിലും നേരത്തെ എഴുന്നേറ്റു, അവളുടെ പപ്പയുടെയും അമ്മയുടെയും വരവിനായി. ഇന്ന് കുക്കിമോള് നേരത്തെ ആണല്ലോ, എന്താണവോ പതിവില്ലാതെ? അത് പിന്നെ മറിയാൻറ്റി, ഇന്ന് പപ്പയും മമ്മയും വരല്ലേ, അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റതാ. അങ്ങനെ അവൾ രാവിലെ മുതൽ അവർക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷെ രാത്രി ഏറെ ആയിട്ടും അവൾക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അവൾ പുറത്തേക്ക് കണ്ണും നട്ടിരുന്നു. പക്ഷെ ആരും തന്നെ വന്നില്ല. അറിയാതെ എപ്പോഴോ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. അത് ശ്രദ്ധിച്ച മറിയ അവളെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. സമയത്തിന് ശേഷം പുറത്ത് ഒരു കാറിന്റെ ശബ്ദം കേട്ടാണ് മറിയ എഴുന്നേൽക്കുന്നത്. അവൾ വേഗം തന്നെ പുറത്തേക്ക് ചെന്നു. അത് ജോണും ജെസ്സിയുമായിരുന്നു. അവരുടെ കൂടെ 10 വയസ്സ് പ്രായം തോന്നുന്ന ഒരു ആൺകുട്ടിയും ഒരു ചെറിയ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. മറിയ അവരെ നോക്കിക്കൊണ്ട് ജീനിയുടെയും ജോണിന്റെയും അടുത്തേക്ക് ചെന്നു. സാറും മേഡവും ഇത്രയും വൈകുമെന്ന് വിചാരിച്ചില്ല. മോൾ ഇത്രയും നേരം നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. ഞാൻ അവളെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. അത് നന്നായി. ഇപ്പൊ അവളോട് സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. പിന്നെ മറിയ, ഈ കുട്ടിക്ക് ഒരു മുറി ഇപ്പോ തന്നെ ശരിയാക്കി കൊടുക്കണം. ജോൺ ആ ആൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. ശരി സാർ, ഇപ്പൊ തന്നെ ശരിയാക്കാം. പിന്നെ സാർ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നേ? അതെ മറിയ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാ ഇറങ്ങിയേ. മിക്കി, നീ ഈ ആന്റിയുടെ കൂടെ ചെല്ല്. ആന്റി നിനക്ക് നിന്റെ മുറി കാണിച്ചു തരും.
അവൻ ശരിയെന്ന മട്ടിൽ തലയാട്ടി. മറിയയുടെ കൂടെ പോകുന്നതിന് മുമ്പ് ചേച്ചിയുടെ കയ്യിലെ കുട്ടിയെ ഒന്ന് നോക്കി. മോൻ പൊക്കോ, ഞാൻ ഇവളെ നോക്കിക്കൊള്ളാം. ഇവൾ ചെറിയ കുട്ടിയല്ലേ, ഒറ്റയ്ക്ക് കിടത്തിയാൽ ശരിയാകില്ല. മാത്രല്ല ഇവൾ നന്നായി പേടിച്ചിട്ടുണ്ട്. ഇനി നിനക്കും ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. അതും പറഞ്ഞ് അവൻ മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് എന്തോ ശബ്ദം കേട്ടാണ് കുക്കി എഴുന്നേൽക്കുന്നത്. അവൾ പപ്പയും അമ്മയും വന്ന് കാണുമോ എന്ന സംശയത്തോടെ അവൾ ഹാളിലേക്ക് ഓടി. അവൾ പപ്പയുടെയും അമ്മയുടെയും മുറിയിലെ വെളിച്ചം കണ്ടത്. അവൾ അതിയായ സന്തോഷത്തിൽ അവിടേക്ക് പോയി. പെട്ടെന്നാണ് അവൾ അത് ശ്രദ്ധിച്ചത്. അവരുടെ ഇടയിൽ ഒരു ചെറിയ കുട്ടി. അവൾ തെല്ലു സംശയത്തോടെ ആ കുട്ടിയെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. ആരാ മമ്മ ഇത്? മോൾ ഉറങ്ങിയില്ലേ? നേരം കുറെ ആയല്ലോ. ചെന്ന് കിടന്നുറങ്ങ്. ഇതാരാന്ന് അവൻ നാളെ മോൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഞാനെങ്ങനെ കിടക്ക? ഇവിടെ ഇപ്പൊ ഇവള് കിടക്കല്ലേ? മോളൊരു കാര്യം ചെയ്യ്, മോളുടെ മുറിയിൽ പോയി കിടന്നുറങ്ങ്. ചെല്ല്. ഞാൻ എന്തിനാ ഇവിടെ കിടക്കുന്നേ? ഞാൻ പപ്പയുടെ മമ്മയുടെ കൂടെ കിടക്കുള്ളൂ. മോളെ, നീ ഇപ്പൊ ചെല്ല്. ആ കുട്ടി ഇവിടെ ഉറങ്ങല്ലേ, നാളെ കിടക്കാം. ചെല്ല്. ഇല്ല ഇല്ല, ഞാൻ പോകില്ല. ഞാൻ എന്തിനാ പോകണേ? ഇവളോട് പറ പോകാൻ. ഞാൻ പോകില്ല, ഞാൻ ഇവിടെയാ കിടക്ക. കുക്കി, വാശി കാണിക്കല്ലേ. ചെല്ല്. പറയണ കേക്ക്. പപ്പ പറയണ കേൾക്ക്. ചെല്ല്. ഇല്ല ഇല്ല, ഞാൻ ഇവിടെ കിടക്ക. ഞാൻ പോകൂല, ഞാൻ ഇവിടെ കിടക്ക. അവളുടെ വാശി കണ്ട ജോൺ വേഗം മറിയയെ വിളിച്ചു. അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അത് അവൾക്കൊട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. മോള് വാ, നമുക്ക് കിടക്കാം. വാ, പപ്പ പറയുന്ന കേൾക്ക്. അതും പറഞ്ഞ് മറിയ അവളെ ഹാളിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. പക്ഷെ അപ്പോഴും കൂക്കി കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് പപ്പയുടെ മമ്മയുടെ കൂടെ കിടന്നാ മതി. അവൾ എന്തിനാ അവിടെ കിടത്തിരിക്കണേ? എനിക്ക് അവിടെ കിടന്നാ മതി. മോളിപ്പം മറിയാൻറ്റിയുടെ കൂടെ വാ. മറിയാൻറ്റി മോൾക്ക് നല്ല കഥ പറഞ്ഞു തരാം. അതോ പപ്പയും അമ്മയും വന്നപ്പോ മറിയാൻറ്റിയുടെ കഥയൊന്നും മോൾക്ക് വേണ്ടാതായോ? അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് മറിയ കുക്കിയെ സമാധാനിപ്പിച്ചു. കുക്കി, മോളെ, നീ എഴുന്നേറ്റോ? വായോ, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. പിന്നെ മോളെ, പപ്പ ഇന്നലെ മോളോട് പറഞ്ഞില്ലേ ഇവരെ പറ്റി ഇന്ന് പറയാന്ന്? നോക്കൂ കുക്കി, ഇവർ ഇന്നു മുതൽ നിന്റെ സഹോദരങ്ങളാ. നീ ഇന്നു മുതൽ ഇവരെ അങ്ങനെ വേണം കാണാൻ, കേട്ടോ? ജോൺ മിക്കിയെയും മിയയെയും ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. കുക്കി, ഇനി മുതൽ ഇവർ നിന്റെ കൂടെ നിന്റെ സ്കൂളിലാണ് പഠിക്കുന്നത്. നീ വേണം ഇവരെ ശ്രദ്ധിക്കാൻ, കേട്ടോ? അത് പിന്നെ സാർ, ഇതൊന്നും വേണ്ട, ഞങ്ങള് പൊക്കോളാം. എന്ത് സാറോ? സാറല്ല, ഞങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയാണ്. ഇനി മുതൽ നിങ്ങൾ ഞങ്ങളെ പപ്പാന്നും അമ്മാന്നും ആണ് വിളിക്കേണ്ടത്. അത് എന്തത്? ഇനി മോൻ ഒന്നും പറയണ്ട, പപ്പ പറഞ്ഞത് കേട്ടാ മതി. എന്നാൽ കുക്കിക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. 8 വയസ്സുള്ള അവളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആർക്കാണ് കഴിയുക? അവരെ പോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യവും ആഗ്രഹിക്കുന്ന മനസ്സാണ് അവളുടേത്. 4 വയസ്സുള്ളപ്പോൾ അവളെ വിട്ടുപോയ പപ്പയും അമ്മയും അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വന്നത് അവൾക്ക് 8 വയസ്സായപ്പോഴാണ്. അതും 2 കുട്ടികളെയും കൊണ്ട്. അവൾക്ക് കിട്ടാത്ത, അല്ലെങ്കിൽ അവൾ കിട്ടാൻ ആഗ്രഹിച്ച എല്ലാ സ്നേഹവും വാത്സല്യവും അവർക്ക് കൂടി പങ്കുവെക്കേണ്ടി വന്ന ആ പിഞ്ചു മനസ്സിന് അത് ഉൾക്കൊള്ളാനായില്ല. അന്ന് തുടങ്ങിയതാ ഫെലി എൻ്റെ ഈ ഒറ്റപ്പെടല്. നിനക്കറിയോ ഫെലി, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ അച്ഛൻ്റെ അമ്മയുടെ പേര് പറഞ്ഞ് കരയും. അപ്പം എനിക്കെന്ത് തോന്നുന്നെന്നറിയോ? എനിക്കങ്ങനെ കരയാൻ പോലും കഴിയുന്നില്ലല്ലോ എന്ന്. അങ്ങനെ കരഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പപ്പയും അമ്മയും എൻ്റെ അടുത്ത് പോലും വരില്ലല്ലോ എന്നോർത്ത് 4 വയസ്സുള്ളപ്പം എന്നെ തനിച്ചാക്കി പോയതാ അവർ.
ഒരു വർഷത്തിലൊരിക്കൽ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? സാധാരണ കുട്ടികളെ പോലെ അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നും അമ്മയുടെ കൂടെ കിടന്നുറങ്ങണമെന്നും. പക്ഷെ എനിക്കതൊന്നും കഴിഞ്ഞില്ല. അതൊക്കെ കാണാനുള്ള ഭാഗ്യം മാത്രമേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. മിയ അവൾ ചെറിയ കുട്ടിയായതുകൊണ്ട് മമ്മയും പപ്പയും അവളുടെ കൂടെ കിടക്കും. ഞാൻ എൻ്റെ ആഗ്രഹം നിനക്കറിയോ, ഒരിക്കൽ പോലും അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അന്ന് എനിക്ക് 8 വയസ്സുള്ളൂ. അവളെപ്പോലെ തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എനിക്കൊരിക്കൽ പോലും അത് കിട്ടിയില്ലല്ലോ. എനിക്ക് അവരോട് വലിയ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ അതൊക്കെ മറക്കാൻ ശ്രമിച്ചതാ. പക്ഷെ പോകെ പോകെ പപ്പ അവരെ വെച്ചിന് കമ്പയർ ചെയ്യാൻ തുടങ്ങി. അവരെ കണ്ട് പഠിക്ക്, അവരെ പോലെ ആക്. ഒന്നും എനിക്ക് സഹിക്കാൻ പോലും കഴിഞ്ഞില്ല. അന്നൊക്കെ ജോയലേ ഉണ്ടായിട്ടുള്ളൂ. അവൻ വെക്കേഷന് ഇവിടെ വരുമ്പോ അവന്റെ മമ്മിയുടെ കയ്യിൽ നിന്ന് അവരുടെ സ്നേഹം മാത്രമേ എനിക്കറിയാൻ കഴിഞ്ഞുള്ളൂ. ഞാനും അതിഷ്ടപ്പെട്ടു. എനിക്ക് അവനെൻ്റെ കൂടെ എന്നും വേണമെന്ന് തോന്നി. അവൻ്റെ മമ്മിയുടെ കെയർ എനിക്ക് വേണമെന്ന് തോന്നി. ഞാൻ അവനെ എനിക്കതിനും കഴിഞ്ഞില്ലല്ലോ. എല്ലാം അവർ കൊണ്ടുപോയില്ലേ. എൻ്റെ ജീവിതത്തിലെ സന്തോഷം എല്ലാം കൊണ്ടുപോയില്ലേ. കുക്കി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ നിനക്ക് ഞാനുണ്ട്. നിന്റെ കൂടെ എന്നും ഉണ്ടാകും. നീ അതൊക്കെ വിട്. ഇനിയിപ്പോൾ എന്തായാലും നീ താഴേക്കൊന്നും പോകാൻ നിൽക്കണ്ട. ഞാൻ നിന്നെ മുറി കൊണ്ടുവന്നാക്കാം. വാ ഫെലി, അവിടെ അവിടെ ഞാൻ കൊണ്ടുവന്നാക്കാം. നീ ചൊല്ല. മിക്കച്ചാൻ എപ്പോഴാണ് വന്നേ? കുറച്ച് നേരമായി. ഞാൻ കേട്ടു. കുഴപ്പമില്ല, നീ 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 പൊക്കോ, ഞാൻ അവളെ മുറിയിലാക്കാം. അത് പിന്നെ ഇച്ഛായ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവളെ നോക്കിക്കൊള്ളാം. നീ പേടിക്കണ്ട. നീ ചെല്ല്, താഴേക്ക് ചെല്ല്. കുക്കി വാ, ഞാൻ നിന്നെ മുറിയിലാക്കാം. വാ. ഇല്ല ഫിലി, ഞാനിപ്പില്ല. ഒരു 2 റൗണ്ട് കൂടെ കഴിഞ്ഞിട്ട് പോകാം നമുക്ക്. കുക്കി പറയണ നീ കേൾക്ക്. ഇപ്പൊ വാ നീ. ഇല്ല, ഞാനിപ്പം പറ്റൂല ഫിലി. നിൽക്കെന്നെ വിട്. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, വിട് ഫിലി. നീ പറഞ്ഞാ കേക്കില്ല. അതാ, പറഞ്ഞാ കേട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. മിരാക്ക് എൻ്റെ ഒപ്പം വന്നോ. വാ. നീ എന്താ എന്നെ തട്ടിക്കൊണ്ട് പോകാണോ? വീട്ടിൽ എന്നെ ഇറക്ക്. അതെ, നിന്നെ തട്ടിക്കൊണ്ടു പോകാം. മിണ്ടാതെ കിടന്നു, ഇല്ലേ ഞാനിപ്പോ ഇവിടെ നിലത്തിടും. പോടാ, എനിക്ക് ഉറക്കം വന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടാം. പൊട്ടൂസേ, നീ എന്തൊക്കെ പറഞ്ഞു? നീ എന്താ പറഞ്ഞു? എനിക്ക് ആരില്ലാന്നല്ലേ? നീ ശരിക്കൊരു പൊട്ടൂസ. നിനക്ക് നിനക്ക് ചുറ്റുമുള്ളവരൊന്നും കാണാൻ പറ്റുന്നില്ല. ഇഡിയറ്റ്. നിക്ക്,